ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്ററുമായിട്ട് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി ആയാലോ? ഒരു മധുരമായിട്ട് നമുക്കിന്ന് തുടങ്ങാം. എന്നാൽ നമുക്ക് വീഡിയോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ വീഡിയോട്ട് പോയാലോ? എന്നാൽ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ എല്ലാ ബ്രെഡിൻ്റെയും നമുക്ക് ആ സൈഡ് ബ്രൗൺ കളറിരിക്കുന്നതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ആ വൈറ്റ് പാർട്ട് മാത്രമേ നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെയും ബ്രൗൺ കളർ പാർട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അത് നമുക്ക് നെയ്ക്കകത്ത് പൊരിച്ചോ അല്ലെങ്കിൽ ചുമ്മാതെ നമുക്കിത് കഴിക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെല്ലാം മുറിച്ച ശേഷം ഈ ബ്രെഡ് നമുക്കൊന്ന് മിക്സിക്കകത്തോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും ബ്രൗൺ കളറൊക്കെ നീക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് മിക്സി ജാറിനകത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഇതായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. അത് കണ്ടില്ല, ഇത്രയൊക്കെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ചൂട് പാലോ അല്ലെങ്കിൽ സാധാരണ പാൽ കുറച്ച് പാലൊഴിച്ചാൽ മതി. ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഒത്തിരി പാലൊഴിച്ച് കഴിഞ്ഞാൽ അത് അകം ശരിക്ക് വേവത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഉരുട്ടി നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല ഉരുളകളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ ഇതുപോലത്തെ കൊച്ചു ഉരുളകൾ നമ്മൾ ഇതിനകത്ത് ആക്കിയെടുക്കാം. നല്ലപോലെ ഈവനായിട്ട് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബ്രെഡിനകത്ത് ഇത്രയും ഉരുളകളിലേക്ക് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി, എണ്ണ നല്ലപോലെ ചൂടാകുമ്പം ഈ ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം ഒന്ന് തീ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത്, ഒത്തിരി തീ കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. പുറത്ത് മാത്രം ക്രിസ്പി ആകാൻ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഇട്ട ശേഷം ഒരു തീ ഇച്ചിരി കുറച്ചും കൂട്ടിയൊക്കെ ആയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ഉരുളകളും ഇത് ചിലപ്പോൾ തീ നല്ല കൂട്ടിയിരുന്നാൽ ഇടുമ്പോൾ തന്നെ ഇതങ്ങ് പെട്ടെന്നങ്ങ് ബ്രൗൺ കളറിലായി അകം വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഇട്ട ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അകവൂടെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളകളെല്ലാം കുറേശ്ശെ ഇട്ട് നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഇതായിട്ട് ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ ഉരുളകളെല്ലാം നമുക്ക് മൂത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുക്കാം. അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ എടുത്ത് ഇത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പം അവിടെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുക്കാൽ ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച ശേഷം ഒന്ന് മീഡിയം തീ വെച്ച് തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞ് തീ ഒന്ന് കുറച്ച ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒരു 2 മിനിറ്റും കൂടെ സിമ്മിലാക്കി വെച്ച് ഒന്നുകൂടെ തിളച്ചാൽ മതി. ഇച്ചിരി നമുക്ക് ഏലക്കാ പൊടി ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വേണ്ടായോ? അപ്പോൾ ഇച്ചിരി ഏലക്കാ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ആ ഉരുളകളെല്ലാം ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് വെച്ചുള്ള ഗുലാബ് ജാമുനൊക്കെ റെഡി ആയിട്ടോ. ഇതിട്ട ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുത്ത് തിന്നാൽ നല്ല, അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ടിരിക്കും. അങ്ങനെ ഇപ്പം അപ്പോൾ ആ ഷുഗർ സിറപ്പൊക്കെ അതിനകത്തൊക്കെ പിടിച്ച്, ആ ഉരുളകളിനകത്തൊക്കെ ആ ഷുഗർ സിറപ്പ് പിടിച്ച് നല്ല രുചിയുള്ള റെസിപ്പി ആയിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.